ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തെ വീണ്ടും വിനാശകരമായ ഒരു തരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തലസ്ഥാനമായ കീവിലും കിഴക്കൻ നഗരമായ ഖാർഗീവിലും കനത്ത നാശനഷ്ടങ്ങളും ജീവഹാനിയും വിതച്ചുകൊണ്ട് റഷ്യൻ സേന നടത്തിയ ഈ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെയോടെ കീവ് നഗരത്തിലുടനീളം വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ മുഴങ്ങുകയും തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ നഗരം വിറയ്ക്കുകയും ചെയ്തു. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങളെ തുടർന്ന് കൂറ്റൻ തീപിടുത്തങ്ങളും പുകയും ഉയർന്നതായി പ്രാദേശിക മാധ്യമങ്ങളും ദൃക്സാക്ഷികളും സ്ഥിരീകരിച്ചു. കീവിനെ ലക്ഷ്യമാക്കി റഷ്യ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടതെന്ന് യുക്രൈനിയൻ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ജനവാസ മേഖലകളെയും നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളെയും ഭീതിയിലാഴ്ത്തിയ ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി രംഗത്തിറങ്ങിയിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളെ വായുവിൽ വെച്ച് തകർത്തുവെങ്കിലും വിമാനങ്ങളിൽ നിന്നും മിസൈലുകളിൽ നിന്നും ചിതറിത്തെറിച്ച അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ചതാണ് വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമായത്. നഗരത്തിലെ നിരവധി പാർപ്പിട സമുച്ചയങ്ങൾക്കും വീടുകൾക്കും മുകളിലേക്ക് ഈ അവശിഷ്ടങ്ങൾ വീഴുകയും വലിയ രീതിയിൽ തീപിടുത്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പെട്ടെന്നുണ്ടായ പ്രഹരത്തിൽ തകർന്ന കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും തീ നിയന്ത്രണ വിധേയമാക്കാനും അടിയന്തര രക്ഷാസേന ഉടനടി രംഗത്തിറങ്ങി. അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന ഭയത്താൽ ഫയർഫോഴ്സും ദുരന്ത നിവാരണ സേനയും മണിക്കൂറുകളോളം പതുക്കെയും ജാഗ്രതയോടെയും തിരച്ചിൽ നടത്തി. റഷ്യ തങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ ആക്രമണം അതിരൂക്ഷമാക്കാൻ സാധ്യതയുണ്ടെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മുന്നറിയിപ്പ് നൽകി. റഷ്യ തങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ ആക്രമണം അതിരൂക്ഷമാക്കാൻ സാധ്യതയുണ്ടെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മുന്നറിയിപ്പ് നൽകിയ ദിവസങ്ങൾക്കുള്ളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സെലൻസ്കിയുടെ ഭയം ശരിവെക്കുന്ന രീതിയിലാണ് റഷ്യ തങ്ങളുടെ ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. തലസ്ഥാനമായ കീവിന് പുറമെ യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർഗീവിന് നേരെയും മാരകമായ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. നഗരമധ്യത്തിൽ പതിച്ച ആക്രമണ ഡ്രോൺ വലിയ തോതിലുള്ള സ്ഫോടനവും നാശനഷ്ടങ്ങളുമാണ് അവിടെ വിതച്ചത്. ഖാർഗീവിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ തൽക്ഷണം കൊല്ലപ്പെടുകയും 2 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് കനത്ത പരിക്കേൽക്കുകയും ചെയ്തതായി മേയർ ഇഹോർ തെരേഖോവ് സ്ഥിരീകരിച്ചു. സാധാരണക്കാർ വസിക്കുന്ന മേഖല ലക്ഷ്യമിട്ടാണ് റഷ്യ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. അതേസമയം നഗരങ്ങളെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന യുക്രൈന്റെ ആരോപണങ്ങളെ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പൂർണ്ണമായും തള്ളി. കീവിൽ റഷ്യ നടത്തിയ ആക്രമണങ്ങൾ യുക്രൈന്റെ സൈനിക ഡ്രോൺ ഉൽപാദന കേന്ദ്രങ്ങളെയും അനുബന്ധ സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് ക്രെംലിൻ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. ഡ്രോൺ ഉൽപാദന ശൃംഖല തകർക്കുന്നതിലൂടെ യുക്രൈൻ നടത്തുന്ന തിരിച്ചടികളുടെ ശേഷി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് റഷ്യൻ സൈനിക തന്ത്രജ്ഞർ കണക്കുകൂട്ടുന്നത്. ഇതിന്റെ ഭാഗമായാണ് യുക്രൈനിന്റെ തലസ്ഥാന നഗരിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് പ്രിസിഷൻ മിസൈലുകൾ തൊടുത്തുവിട്ടത്. തുടർച്ചയായ ഈ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ യുക്രൈനിലെ സാധാരണക്കാരുടെ ജീവിതത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വൈദ്യുതി ജലവിതരണ ശൃംഖലകൾ തകർന്നതും വീടുകൾ കത്തിയമരുന്നതും ആയിരക്കണക്കിന് കുടുംബങ്ങളെ തെരുവിലേക്ക് തള്ളിവിടുകയാണ്. ശൈത്യകാലവും പ്രതികൂല കാലാവസ്ഥയും ആസന്നമായിരിക്കെ രാജ്യത്തെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ റഷ്യ ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് യുക്രൈനിയൻ അധികൃതർ കുറ്റപ്പെടുത്തുന്നു. ജനങ്ങളുടെ മാനസിക വീര്യം തകർക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. കീവിലും ഖാർഗീവിലും ഉണ്ടായ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് യുക്രൈന് കൂടുതൽ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ പേട്രിയറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും റഷ്യയുടെ കൂട്ട മിസൈൽ പ്രഹരങ്ങളെ പൂർണ്ണമായും തടയിടുക വെല്ലുവിളിയായി തുടരുന്നു. തങ്ങളുടെ വ്യോമാതിർത്തി പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ പാശ്ചാത്യ സഖ്യകക്ഷികൾ കൂടുതൽ ദീർഘദൂര പ്രതിരോധ മിസൈലുകളും ആയുധങ്ങളും അടിയന്തരമായി നൽകണമെന്ന സെലൻസ്കി വീണ്ടും അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യയുടെ നടപടിയെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. സാധാരണക്കാരെയും നഗരങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ യുദ്ധകുറ്റമാണെന്ന് പാശ്ചാത്യ നേതാക്കൾ ആരോപിച്ചു. റഷ്യ യുക്രൈൻ അതിർത്തികളിൽ യുദ്ധം ശക്തമായി തുടരുമ്പോഴും യുക്രൈന്റെ ഉൾനാടൻ നഗരങ്ങളിലേക്ക് റഷ്യ നടത്തുന്ന ഈ മിസൈൽ മഴ യുദ്ധമുഖത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഇത് അയൽ രാജ്യങ്ങളിലേക്കും സുരക്ഷാ ഭീതി പടർത്താൻ ഇടയാക്കുന്നുണ്ട്. കിഴക്കൻ യുക്രൈനിലെ ഖാർഗീവ് നഗരം യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ റഷ്യൻ പീരങ്കികളുടെയും മിസൈലുകളുടെയും പ്രധാന ഇരയാണ്. ദിനം പ്രതി എന്നോണം ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ നഗരത്തിലെ ജനജീവിതത്തെ പൂർണ്ണമായും തളർത്തിയിരിക്കുകയാണ്. സ്ഫോടനങ്ങളുടെയും ഭീതിയുടെയും പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ജനങ്ങൾ സുരക്ഷിത മേഖലകളിലേക്ക് പലായനം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് യുക്രൈനിൽ വീണ്ടും ഒരു അഭയാർത്ഥി പ്രതിസന്ധി രൂക്ഷമാക്കാൻ ഇടയാക്കും. സ്വന്തം മണ്ണിൽ ഡ്രോൺ ഉൽപാദനവും സാങ്കേതിക വിദ്യയും വർദ്ധിപ്പിച്ച റഷ്യൻ അതിർത്തിക്കുള്ളിലേക്ക് തിരിച്ചടിക്കാൻ യുക്രൈൻ ശ്രമിക്കുന്നതിനിടയിലാണ് അവരുടെ ഉൽപാദന കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യ ഈ കടുത്ത നീക്കം നടത്തിയത്.
യുദ്ധം ദീർഘകാലത്തേക്ക് നീണ്ടുപോകുമ്പോൾ ഇരുവിഭാഗവും തങ്ങളുടെ ഏറ്റവും വിനാശകരമായ ആയുധങ്ങൾ പുറത്തെടുക്കാൻ നിർബന്ധിതരാവുകയാണ്. ഇത് മേഖലയിലെ സമാധാന പ്രതീക്ഷകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. കീവിലും ഖാർഗീവിലും ഉണ്ടായ ഏറ്റവും പുതിയ ആക്രമണങ്ങൾ യുക്രൈനിലെ സ്ഥിതിഗതികൾ എത്രത്തോളം സ്ഫോടനാത്മകമാണെന്ന് തെളിയിക്കുന്നു. വരും ദിവസങ്ങളിൽ യുക്രൈനിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ തിരിച്ചടിയും അതിനെ തുടർന്നുള്ള റഷ്യൻ പ്രഹരങ്ങളും യുദ്ധത്തെ കൂടുതൽ ദാരുണമായ ഒരു ഘട്ടത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.